ബൈക്ക് വന്ന് വണ്ടി ഇടിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് CCTV കാണാൻ പറ്റും. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡന്റ് നടത്തിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ഞാനാ വിളിച്ചത്. കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട. കൊതു അടിച്ചാലേ പരത്തുള്ളൂ. ആക്സിഡന്റ് ബൈക്ക് വന്ന് വണ്ടി ഇടിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് CCTV കാണാൻ പറ്റും. നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും അത് പോവില്ല. ഞാൻ പാനിക്കായിപ്പോയി. സാവകാശം എല്ലാവർക്കും ഉള്ള സമയം തരാം. ബാക്കിലോട്ട് പിടിച്ചാൽ പുള്ളിയുടെ ആ ഒരു ടെൻഷൻ മനസ്സിലാക്കി എല്ലാവരും ഒന്ന് കൂളാവും. കൂളായതിനു ശേഷം ആവശ്യമുള്ളത് ചോദിക്കോ പറഞ്ഞു. കുറച്ച് ബാക്കിലോട്ട് നിന്നോ. ഒരിടത്തും പോവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു തന്നിട്ടേ പോവുള്ളൂ. ഓക്കെ, ചോദിച്ചോളൂ. അതെ, ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡന്റ് നടത്തിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്. ഒറ്റയ്ക്ക് ഞാനാ വിളിച്ചത്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ട. കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്. രാവിലെ വന്നാൽ മതി. എന്തോ പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം.